Mr. Dinosaur's lost. അപ്പുവിന്റെ പ്രിയപ്പെട്ട കളിപ്പാട്ടമാണ് ഡൈനോസർ. അപ്പുവിന് ഡൈനോസറെ വലിയ ഇഷ്ടമാണ്. ചില സമയത്ത് അപ്പുവിന് ഡൈനോസറെ വെച്ച് മീനുവിനെ പേടിപ്പിക്കാൻ ഇഷ്ടമാണ്. ഭക്ഷണം കഴിക്കുന്ന സമയത്തും ഡൈനോസർ അപ്പുവിന്റെ അടുത്ത് തന്നെ ഇരിക്കും. ആരാ ശബ്ദം ഉണ്ടാക്കിയത്? അപ്പു, നീയാണോ? ഡൈനോസർ. ഗുഡ് നൈറ്റ് മീനു. ഗുഡ് നൈറ്റ് അപ്പു. ഗുഡ് നൈറ്റ് ഡിനോസർ. അപ്പു ഉറങ്ങാൻ പോകുമ്പോഴും ഡൈനോസർ അപ്പുവിന്റെ കൂടെ ഉണ്ടാകും. ഡൈനോസർ. അപ്പുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കളി ഡൈനോസറെ മുകളിലേക്ക് എറിഞ്ഞ് താഴേക്ക് വരുമ്പോൾ പിടിക്കുന്നതാണ്. മീനു ബിയും ഡാഡി ബിയും പാമ്പും കോണിയും കളിക്കുകയാണ്. ഓ വെൽ ഡൺ മീനു. അപ്പു, എന്തിനാ നീ കരയുന്നേ? അപ്പു, എന്താ ഡൈനോസറിനെ കാണാനില്ലേ? അപ്പുവിന് ഡൈനോസറെ നഷ്ടമായി. കരയണ്ട അപ്പു, നമുക്ക് ഡിനോസറിനെ കണ്ടുപിടിക്കാം. അതൊരു ഡിറ്റക്റ്റീവിന്റെ ജോലിയാണ്. ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ട സാധനങ്ങളെ കണ്ടുപിടിച്ചു കൊടുക്കുന്നവനാണ്. ഓക്കെ, ശരി, മീനു ഒരു ഡിറ്റക്റ്റീവാണ്. ഒരു ഡിറ്റക്റ്റീവ് നഷ്ടപ്പെട്ട സാധനത്തെക്കുറിച്ച് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അപ്പുവിന് അറിയില്ല ഡൈനോസർ എവിടെയാണെന്ന്. ഒരു ഡിറ്റക്റ്റീവ് സാധനങ്ങൾ കണ്ടുപിടിക്കാൻ നന്നായി പരിശ്രമിക്കണം. ഡൈനോസർ കിച്ചണിലില്ല. ഡൈനോസർ അപ്പുവിന്റെ ബെഡിലുമില്ല. ചിലപ്പോൾ പൂന്തോട്ടത്തിലുണ്ടാകും. ഡൈനോസറെ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പു, നിനക്ക് ഡൈനോസറിനെ മുകളിലേക്ക് എറിഞ്ഞു കളിക്കുന്ന ഇഷ്ടമാണോ? എനിക്ക് തോന്നുന്നു അപ്പു ഡൈനോസറിനെ വളരെ മുകളിലേക്ക് എറിഞ്ഞിട്ടുണ്ടാകുമെന്നാണ്. വെൽ ഡൺ മീനു, നീ ഒരു യഥാർത്ഥ ഡിറ്റക്റ്റീവാണ്. ഡൈനോസറെ തിരിച്ചു കിട്ടിയപ്പോൾ അപ്പുവിന് വളരെയധികം സന്തോഷമായി. എനിക്ക് തോന്നുന്നത് ഡിനോസറിനെ മരത്തിലേക്ക് എറിയുന്നത് നല്ലൊരു കളിയാണെന്നാണ്. നല്ല രസമായിരുന്നു. നമുക്കതൊന്ന് കണ്ടാലോ? മീനുവും അപ്പുവും മമ്മി ബിയും ഡാഡി ബിയും കൂടി പ്രഭാത ഭക്ഷണം കഴിക്കുകയാണ്. മീനുവും അപ്പുവും പൂന്തോട്ടത്തിൽ കളിക്കാൻ പോകാൻ കാത്തു നിൽക്കുകയാ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കളിക്കാൻ പോകാം. അപ്പു, ഇത്ര വേഗത്തിൽ ജ്യൂസ് കുടിക്കല്ലേ? അപ്പു ജ്യൂസ് വേഗത്തിൽ കുടിച്ചതുകൊണ്ട് അപ്പുവിന് ഹിക്കപ്സ് ഉണ്ടായി.
ഇത് ഞാൻ പൊക്കട്ടെ. അപ്പൂന് ഹിക്കപ്പ് ഉള്ളപ്പോ പുറത്ത് കളിക്കാൻ പോകാൻ പാടില്ല. പക്ഷെ അപ്പൂന് ഹിക്കപ്പ് മാറി. അപ്പു ഹിക്കപ്പ് നടത്തു. ശരി, നിങ്ങൾ കളിക്കാൻ പൊക്കോളൂ. പക്ഷെ അപ്പൂനെ നോക്കിക്കൊള്ളാം കേട്ടോ. മീനുവിനും അപ്പൂനും പൂന്തോട്ടത്തിൽ കളിക്കാൻ വളരെ ഇഷ്ടമാണ്. അപ്പു, ഞാൻ ബോളറിഞ്ഞു തരാം. നീ ഇത് പിടിക്കണം. അപ്പു ഹിക്കപ്പ് നടത്തു. അപ്പൂന്റെ ഹിക്കപ്പ് കാരണം മീനുവിന് കളിക്കാൻ പറ്റുന്നില്ല. അപ്പു, ഇന്നത് എനിക്കറിയാതാ. അപ്പു, എനിക്കറിയാം നിന്റെ ഹിക്കപ്പ് എങ്ങനെ മാറ്റണമെന്ന്. ഇനി നീ ഞാൻ പറയുന്ന പോലെ ചെയ്യണം. നീ നിന്റെ തലയും വയറും തിരുമണം. ഹിക്കപ്പ് മാറ്റാനുള്ള മീനുവിന്റെ മാർഗം ഫലിച്ചില്ല. അപ്പോ നീ ഞാൻ പറഞ്ഞത് ശരിക്കും ചെയ്തില്ല. ഹിക്കപ്പ് മാറ്റാനുള്ള നല്ല മാർഗം എനിക്കറിയാം. ആദ്യം മുകളിലേക്കും താഴേക്കും 3 പ്രാവശ്യം ഒറ്റ കാലിൽ ചാടണം. ഇനി നിന്റെ കൈകൾ മുകളിലേക്കും താഴേക്കും വീശണം. എന്നിട്ട് തലയും കുളിക്കണം. അങ്ങനെ ഇനി നിന്റെ കണ്ണൊന്ന് അടയ്ക്കണം. എന്നിട്ട് 3 പ്രാവശ്യം തിരിയണം. അപ്പൂന്റെ ഹിക്കപ്പ് മാറ്റാനുള്ള മീനുവിന്റെ പുതിയ മാർഗവും ഫലിച്ചില്ല. എനിക്കറിയാം ഹിക്കപ്പ് മാറ്റാൻ. അപ്പൂന് ഇപ്പോഴും ഹിക്കപ്സ് ഉണ്ട്. എനിക്കറിയാം ഹിക്കപ്പ് മാറ്റാൻ. അപ്പു, നിന്നെ പേടിപ്പിക്കാൻ പോവാണ്. ഇനി ഓർക്കുക, ഇതൊരു കളി മാത്രമാണ്. മീനു, അവൻ കൊച്ചുകുട്ടിയല്ലേ, ഇങ്ങനെയാണോ അവന്റെ കൂടെ കളിക്കുന്നേ? ക്ഷമിക്കണം അമ്മേ, ഞാൻ അവന്റെ ഹിക്കപ്പ് മാറ്റാൻ നോക്കിയതാ. അപ്പൂന്റെ ഹിക്കപ്പ് മാറി. അപ്പു വേഗത്തിൽ ജ്യൂസ് കുടിച്ചാൽ വീണ്ടും ഹിക്കപ്പ് ഉണ്ടാകും. ഞാൻ അപ്പുവിന്റെ പോലെ ചെറിയ കുട്ടിയല്ലേ, എനിക്ക് എത്ര വേഗം വേണമെങ്കിലും കുടിക്കാം. നിങ്ങൾക്ക് രഹസ്യപ്പെട്ടി ഒന്നറിയാമോ? മീനുവിനും അപ്പുവിനും മമ്മിയുടെ രഹസ്യപ്പെട്ടി ഉണ്ടാക്കി കൊടുത്തു. അതിൽ അവരെന്തൊക്കെ ഇടുന്ന് നമുക്കൊന്ന് കാണാം. മമ്മി ബി മീനുവിന് വേണ്ടി ഒരു പേപ്പർ പെട്ടി ഉണ്ടാക്കി. മീനു, ഈ പെട്ടി നിനക്ക് വേണ്ടി മാത്രമുള്ളതാണ്. താങ്ക് യു മമ്മി. ഇതൊരു രഹസ്യപ്പെട്ടിയാണ്. ഇതിൽ നിനക്ക് നിന്റെ രഹസ്യ സാധനങ്ങൾ വെക്കാം. എന്തൊക്കെ സാധനങ്ങളാണ് മമ്മി എനിക്കിതിൽ വെക്കാൻ പറ്റുന്നത്? അത് നിനക്ക് മാത്രമേ തീരുമാനിക്കാൻ പറ്റൂ. കാരണം ഇത് നിന്റെ രഹസ്യപ്പെട്ടിയാണ്. എനിക്കറിയാം എന്തെങ്കിലും വെക്കണ്ടേന്ന്. ഓ, നിനക്കറിയാമോ? എന്നോട് പറയണ്ട. മമ്മിയോടും ഡാഡിയോടും അപ്പോഴോടും ഞാനിത് പറയില്ല. ഇതൊരു രഹസ്യമാണ്. അപ്പോ ഇതെന്റെ രഹസ്യപ്പെട്ടിയാണ്. ഇപ്പോൾ ഇതിനകത്തൊന്നുമില്ല. ഇതിലിടാൻ എനിക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കണം. അപ്പൂന് മീനുവിനെ സഹായിക്കണമെന്നുണ്ട്. വേണ്ട അപ്പു, പെട്ടിയിൽ എന്താന്ന് ഞാൻ മാത്രമേ അറിയാൻ പാടുള്ളൂ. ഞാനത് തിരഞ്ഞെടുക്കുന്നത് വരെ നീ പുറത്തു നിൽക്കണം. മീനു പെട്ടിയിലിടാനുള്ള രഹസ്യ സാധനങ്ങൾ തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. ഇപ്പൊ എന്റെ രഹസ്യപ്പെട്ടിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമുണ്ട്. അപ്പോ നീ ഇതിനകത്ത് എന്താന്ന് നോക്കാൻ പാടില്ല. അപ്പൂന് മീനുവിന്റെ രഹസ്യപ്പെട്ടിയിൽ എന്താണെന്നറിയാൻ ആഗ്രഹമുണ്ട്. നിനക്കറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ പെട്ടിയിൽ എന്താന്ന് ഊഹിക്കാമോ?
മീനുവിന്റെ രഹസ്യപ്പെട്ടിയിൽ എന്താണെന്ന് ഊഹിക്കാൻ അപ്പുവിന് പറ്റിയില്ല. ഡാഡി, ഇതെന്റെ രഹസ്യപ്പെട്ടിയാണ്. മമ്മി എനിക്ക് വേണ്ടി ഉണ്ടാക്കി തന്നതാ. ഇത് വളരെ നല്ലതാണല്ലോ മീനു. ഇതിനകത്ത് എന്താണ്? അതെ, ഒരു രഹസ്യമാണ്. അപ്പു ഊഹിക്കാൻ ശ്രമിച്ചു. അവൻ പറഞ്ഞത് തെറ്റായിരുന്നു. ഞാനൊന്ന് ശ്രമിക്കട്ടെ. ശരി. നീ എന്റെ ഗ്ലാസ് ആണോ ഇതിനകത്ത് വെച്ചിരിക്കുന്നത്? അല്ല. ഡാഡിയുടെ കണ്ണാടി ഡാഡിയുടെ മുഖത്ത് തന്നെയുണ്ട്. പാവം ഡാഡി. ഡാഡിക്ക് ശരിയായ രീതിയിൽ ഊഹിക്കാമായിരുന്നു. അതിവിടെ ഉണ്ടല്ലോ. അല്ല, ഇതോടെ ഡാഡിയുടെ ഉരം തീർന്നു. മീനുവിന് രഹസ്യങ്ങൾ ഇഷ്ടമാണ്. മമ്മി, ഈ പെട്ടിയിൽ എന്താന്ന് ആർക്കും കണ്ടുപിടിക്കാൻ കഴിഞ്ഞല്ലോ. ഞാൻ അപ്പൂനും കൂടി ഒരു പെട്ടി ഉണ്ടാക്കി കൊടുത്തു. അവനും അതിൽ രഹസ്യ സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. അതുപോലെ അപ്പുവിന് മാത്രമേ അതിന്റെ ഉള്ളിൽ എന്താണെന്നറിയൂ. ഓ, അപ്പുവിന്റെ കയ്യിൽ എന്താണ്? മീനുവിന് അപ്പുവിന്റെ പെട്ടിയിൽ എന്താണെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. വളരെ ബുദ്ധിമുട്ടാണ്, എനിക്ക് ഊഹിക്കാൻ പറ്റിയില്ല. അവൾ ചെയ്യുന്നത് പോലെ രഹസ്യം വേറെ ആരും ചെയ്യുന്നത് അവൾക്ക് ഇഷ്ടമല്ല. ചിലപ്പോൾ നിന്റെ പെട്ടിയിലുള്ള ഒരു സാധനം അപ്പുവിന് കാണിച്ചാൽ അവനും അവന്റെ പെട്ടിയിലുള്ള ഒരു സാധനം കാണിക്കും. ശരി, പക്ഷെ രണ്ടുപേരും ഒരേ സമയം കാണിക്കണം. അതൊരു നല്ല ഐഡിയയാണ്. ഞാൻ 3 വരെ എണ്ണി കഴിയുമ്പോൾ നിങ്ങളുടെ പെട്ടിയിലുള്ളത് എന്നെ കാണിക്കണം. തുടങ്ങട്ടെ. 1 2 3. അപ്പുവിന്റെ കയ്യിൽ ഡ്രംസ് ആണുള്ളത്. മീനുവിന്റെ കയ്യിൽ ഹോണാണുള്ളത്. ഓ, നന്നായിട്ടുണ്ട്. അപ്പുവിന്റെ കയ്യിൽ ചോക്ലേറ്റ് ഉണ്ട്. പക്ഷേ മീനുവിന്റെ പെട്ടിയിൽ ഒന്നുമില്ല. അപ്പുവും മീനുവും മമ്മിയും ഡാഡിയും ചോക്ലേറ്റ് എടുത്തു. എൻ്റെ കയ്യിൽ ഒരു സീക്രട്ട് ബോക്സ് ഉണ്ട്. ഞാൻ ഈ ചോക്ലേറ്റ് അതിൽ ഒളിപ്പിക്കാൻ പോകും. നിങ്ങൾക്ക് പറയാമോ അതെവിടെയാണ്? കയ്യിലുമുണ്ട് ചോക്ലേറ്റ്. നിങ്ങൾക്ക് പറയാമോ അതെവിടെയാണ്? ഡാഡിയുടെ വയറായിരുന്നു സീക്രട്ട് ബോക്സ്.